കേരള NGO യൂണിയൻ 63-ാം സംസ്ഥാന സമ്മേളനം മെയ് 28, 29, 30 തീയതികളിൽ കോട്ടയത്ത് ചേരും. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് M.A. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായി പ്രയാസങ്ങൾ നേരിട്ടാൽ അത് ചെലവ് ചുരുക്കലിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനോടകം പ്രഖ്യാപിച്ചു ചെലവ് ചുരുക്കണം എന്ന്. പ്രധാനമന്ത്രി അതിന് മാതൃകയാവുന്നു എന്ന നിലയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ തൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പുറത്ത് ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം, വിദേശ യാത്രകൾ ഒഴിവാക്കണം. യാത്രകൾ ഒഴിവാക്കിയാൽ ഇന്ധനത്തിൻ്റെ ആവശ്യകത കുറയും. അപ്പോൾ ഇന്ധനത്തിൻ്റെ ലഭ്യതയുടെ കുറവ് ഇന്ധനം ഉപയോഗിക്കാതെ പരിഹരിക്കണം എന്ന നിലയിലേക്ക് മാറുകയാണ്. ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളെ അപലപിക്കാനോ സാമ്രാജ്യത്വ ഇടപെടലുകൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കാനോ തയ്യാറാവാത്ത കേന്ദ്ര ഗവൺമെന്റ് അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ ജനങ്ങൾ അനുഭവിക്കണം, അതിനനുസരിച്ച് അവർ പൊരുത്തപ്പെടണം എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, എത്ര വേഗത്തിലാണ് അത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. ആ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഡൽഹി ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു, ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം മതി എന്ന്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് K. ബിന്ദു പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി K. കിഷോർ, ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി B. രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. K. രാമദാസ്, ജില്ലാ കമ്മിറ്റി അംഗം K. പരമേശ്വരി എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.